ഇന്നലെ ബാംഗ്ലൂരില് ഒരു കുട്ടീന്റെ നെയിമിംഗ് സെറമണി നടക്കണമായിരുന്നു. ആ കുട്ടീന്റെ പ്രായം ജസ്റ്റ് 11 months ആയിരുന്നു. 11 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു അച്ഛനും അമ്മക്കും സ്വന്തം കുട്ടി പ്രസവിച്ചതിന് ശേഷം മുതല് എത്ര സ്വപ്നങ്ങളും ആ ഒരു എന്താ പറയാ പ്ലാനിങ് ഉണ്ടാവും ആ കുട്ടീനെ പറ്റിയിട്ട്. ആ കുട്ടീന്റെ പേര് തേടാനാവട്ടെ, ഏതാ വേണ്ട സെലക്ട് ചെയ്യലും എല്ലാത്തിനും ഒരു സെലിബ്രേഷൻ പോലെയായിരിക്കും ആ ഫാമിലിക്ക്. അച്ഛന്റെ ഫാമിലി ആവട്ടെ അമ്മേന്റെ ഫാമിലി ആവട്ടെ. പക്ഷെ ഇവിടെ ആ ഒരു ദിവസം നെയിമിംഗ് സെറമണി എന്ന് പറഞ്ഞ ദിവസം അറ്റംപ്റ്റ് ടു മർഡർ ആയിരുന്നു. ആരെയാന്നറിയാ? ആ പിഞ്ചു കുട്ടീനെ സ്വന്തം തന്ത, സോ കോൾഡ് തന്ത എന്ന് പറയില്ല, ഫാദർ അയാള്. കാരണം എന്തായിരുന്നറിയാ? അച്ഛനും അച്ഛന്റെ വീട്ടുകാരും എത്തിയത്ര ഫംഗ്ഷന്. പക്ഷെ ഈ കുട്ടീന്റെ അമ്മേന്റെ ഫാമിലിയും കുട്ടിയും കുറച്ച് ലേറ്റ് ആയിന്ന്. ബാംഗ്ലൂർ ട്രാഫിക് ഇത്ര മോശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ആ ഒരു എന്താ പറയാ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്താന്ന് വെച്ചാൽ ആ കാൽക്കുലേഷൻ തെറ്റും. ബിക്കോസ് ഡിസ്റ്റൻസ് ഇത്രയുള്ളൂ, നമ്മൾ ഈ നേരം കൊണ്ട് എത്താന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഇന്നത്തെ കാലം. ആ ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് അയാൾ ചെയ്യുന്നത്, അവര് വന്നതും ആ കുട്ടീനെ എടുത്ത് കുട്ടീന്റെ കാല് പിടിച്ച് നിലത്തേക്ക് തല അടിച്ച് ആ കുട്ടീനെ കൊല്ലാൻ നോക്കി. പക്ഷെ കുട്ടീന്റെ ആയുസ് നീണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ആ കുട്ടി ഐസിയുല. എത്രയോ ആൾക്കാർക്ക് കുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് വഴിപാടുകളും അവരവരെ ജാതി മതത്തിന്റെ ഇതില് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവാ, നേർച്ചകൾ വെക്കുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയാവാൻ വേണ്ടി കാത്തുക്കും. പക്ഷെ ഇങ്ങനത്തെ ക്രൂര വ്യക്തികൾക്ക് കുട്ടികളെ കൊടുത്തിട്ട് ആ കുട്ടീനെ അവര് നല്ല രീതിയിൽ നോക്കാനുള്ള കഴിവില്ലാണ്ടായിപ്പോയില്ല ആ കഴുകൻ. ശരിക്കും പറയാ ഇവനെല്ലാം നോർമൽ ആയിട്ടല്ല, എന്നുവെച്ചാൽ ഭ്രാന്തനൊന്നുമല്ല അവൻ എന്തെങ്കിലും ഡ്രഗ്സിൽ അഡിക്റ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു മൂഡിലാണ് അവൻ അത് ചെയ്തിട്ടുള്ളത്. ഇവൻ വിചാരിച്ചതത്രേ ഫാമിലിന്റെ മുമ്പിൽ ഇവൻ ഇൻസൾട്ട് ആയി, ബിക്കോസ് ഇവര് ലേറ്റ് ആയി വന്നെന്ന്. ഇപ്പൊ എന്താ അവന് കിരീടം കിട്ടിയ? ഇപ്പോ കാണുന്ന എല്ലാ ആൾക്കാരും ഷീ തൂന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് അവൻ കൊണ്ടുവന്ന് വെച്ചു.